അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നൂഡിൽസൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, ഊട്ടിയിലേക്ക് വിട്ടു. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞങ്ങൾ ഊട്ടി പോകുമെന്ന്. ഞങ്ങൾ പെട്ടെന്നൊരു ഡിസ്കഷനിൽ വന്നതാണ് ഊട്ടിയിൽ പോകുമെന്ന്. പിന്നെ എയർപിൻ കയറേണ്ടി വന്നു. ഒരുപാടുണ്ടായിരുന്നു, ഒരു 40 ഉണ്ടായിരുന്നു. ആകെ തലകറങ്ങി, ആകെ ക്ഷീണമായി, ഞാൻ ഒരുപാട് വൊമിറ്റൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരിക്കാൻ നേരമാണ് ഈ ഒരു സംഭവം. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റി കേട്ടോ. കാരണം കാട്ടിനുള്ളിൽ നോക്കുമ്പോൾ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വിശന്നിട്ട് റോഡരികിൽ ചോളം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചോളം. അങ്ങനെ പിന്നെ ചോളം കഴിച്ചു. അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞങ്ങൾക്കറിയില്ല ഇവിടുത്തെ എങ്ങനെയാണ് ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നും. ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഏതോ നല്ലൊരു ഹോട്ടൽ നോക്കി കയറിയതാണ്. കാരണം ഹലാലാണോ എന്നൊക്കെ നോക്കണമല്ലോ. വൺ സെറ്റപ്പൊക്കെ ആയിരുന്നു. കാരണം നല്ല അടിപൊളി ഹോട്ടൽ, കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം കൊണ്ടും നല്ല സെറ്റായിരുന്നു. ഒറിജിനൽ വാഴയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ബിരിയാണിയൊക്കെ ഞങ്ങൾക്ക് വെച്ച് തന്നത്. എല്ലാം കൊണ്ടും നല്ല സെറ്റായിരുന്നു. ബിരിയാണിയും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പക്ഷേ റേറ്റാണ് ഒരു രക്ഷയില്ലാണത്. ലാനിമ നല്ല ഉറക്കമാണ്. പിന്നെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേപ്പിച്ച്, കാരണം ഫുഡ് കൊടുക്കണമല്ലോ. പിന്നെ കാറി കയറിയാൽ പിന്നെ ഇടക്കിറങ്ങലൊക്കെ കണക്കാണ്, കാരണം ഊട്ടിയിലേക്ക് എത്തണം. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഫുഡ് വന്നു. അങ്ങനെ കഴിക്കാൻ സെറ്റായിട്ടിരിക്കുകയാണ്. കാരണം നല്ല വിശപ്പുണ്ട്. ഇടയ്ക്ക് ആ ചോളം കഴിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നല്ല റൈസായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ സലാഡ്, അച്ചാറ് ഒക്കെ ആയിട്ട് വെച്ചു. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് എല്ലാ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാലും ഞാൻ കുറച്ച് അധികം എടുക്കും. ഞാൻ കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടിനുള്ളിൽ പാമ്പിനെ എങ്ങനെ കാണാനാണ്, കാരണം പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. പക്ഷേ റോഡ് അടിക്കൽ ഞങ്ങൾ കണ്ടു. അതിനൊരു പാമ്പ് കാട്ടിനുള്ളിൽ നിന്ന് പാസ് ചെയ്തതാണ്. റോഡിൽ കൂടി ഒരു കാറ് വന്നപ്പോൾ അതിൽ കയറി ഇറങ്ങിയതാണ്. അതിൻ്റെ പുറകെ ഞങ്ങളുടെ കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ അതിനുശേഷം പോയിക്കൊണ്ടിരിക്കാൻ നേരമാണ് ഈ ഒരു സംഭവത്തിന് കണ്ടത്, മയിലിനത്. പക്ഷേ അതിന് കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു, അത് വിരിയുന്നുണ്ടായിരുന്നു എവിടെ നിന്ന്. പിന്നെ അങ്ങോട്ട് പോയിച്ച് ഫൈനലി ഊട്ടിയിൽ എത്തി. കാറിയിരുന്ന് ഞങ്ങളതൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഷറഫിക്ക ഡ്രൈവ് ചെയ്യുന്നു, ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇരുന്ന് ഉറങ്ങുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ കണ്ണുറക്കുന്നത് ഞങ്ങൾ ഊട്ടിയിൽ എത്തിയിട്ടാണ്. അയ്യോ, എന്ത് നല്ല തണുപ്പായിരുന്നു എന്നറിയോ. ഒന്ന് ഇറങ്ങാൻ പോലും പറ്റിയില്ല. ഇടയ്ക്ക് ഇറങ്ങിയതാണ്. ഭയങ്കര തണുപ്പായിരുന്നു, രക്ഷയില്ലാത്ത തണുപ്പ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത്, അവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഇങ്ങനെ നടന്നു. പിന്നെ ഞങ്ങൾക്ക് റൂം എടുക്കണം. റൂമൊന്നും സെറ്റ് അല്ലായിരുന്നു. അപ്പോൾ റൂം എടുക്കുന്നതിന് മുമ്പ് ആദ്യം ചായ കുടിച്ചിട്ട് റൂം തപ്പാന്ന് കരുതി. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ടാ. അയ്യോ, നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല, നമ്മുടെ നാട് പോലെയൊന്നുമല്ല. ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റാണ്. ഒരു കോഫിക്ക് എന്തോ 100 സംതിങ് രൂപ, അങ്ങനെ എന്തൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇനി എന്തായാലും റൂമിൽ പോയി നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണമെന്ന് കരുതി ഞങ്ങൾ ആദ്യം അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ചിക്കനിൽ എന്തോ ഓഫർ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് കയറി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പാഴ്സലാക്കി റൂമിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ പിന്നെ ഞങ്ങൾ ആ ഷോപ്പിൽ നിർത്തിയിട്ട് ഇവർ രണ്ടും കൂടി റൂമൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവർ രണ്ടും കൂടി റൂം നോക്കി. അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റൂം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ റൂമിൽ പോയി എങ്ങനെയും ഫ്രഷായി കിടന്നുറങ്ങണം, കാരണം ആകെ നല്ല രീതിയിൽ ടയേർഡായി. ഞാനും ആണെങ്കിലും വൊമിറ്റ് ചെയ്ത് ഒരുപാട്. അങ്ങനെ പിന്നെ ഫൈനലി ഞങ്ങൾക്ക് റൂം കിട്ടി. നല്ല റൂമായിരുന്നു, നല്ല സെറ്റായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.